കണ്ണൂർ അഴീക്കോട് പടക്കം പൊട്ടി വിദ്യാർത്ഥി മരിച്ചതിൻ്റെ CCTV ദൃശ്യം പുറത്ത്. പടക്കം പൊട്ടുന്നതും കുട്ടികൾ ചിതറി ഓടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കുട്ടികൾ മാത്രമാണ് ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. അപകടത്തിൽ അമാൻ പരിക്കേറ്റ് നിലത്ത് വീഴുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇന്നലെയാണ് പുന്നയ്ക്കപ്പാറയിലെ ഉബൈദിൻ്റെ മകൻ അമാൻ പടക്കം പൊട്ടുന്നതിനിടെ മരിച്ചത്. വിവരങ്ങളുമായി സുമേഷ് മോറാട് ചേരുന്നു കണ്ണൂരിൽ നിന്നും. സുമേഷ്, കുറച്ച് കുട്ടികൾ മാത്രം, സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രം ഒരു ഗ്രൗണ്ടിൽ ഒന്നിച്ചിരുന്ന് പടക്കം പൊട്ടിക്കുന്നു. അതിൽ ഒരു കുട്ടിക്ക് മരണം സംഭവിക്കുന്നു. ചില കുട്ടികൾക്ക് പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ്. ആരാണ് ഇവർക്ക് ഈ പടക്കം നൽകിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. മറ്റു മുതിർന്നവരാരും ആ സമയത്ത് സമീപത്തുണ്ടായിരുന്നില്ലേ? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പടക്കങ്ങളിലെ ഈ പൊട്ടാത്ത അതായത് പടക്കങ്ങളിലെ വെടിമരുന്ന് ശേഖരിച്ച് ഈ പൊട്ടിക്കുന്നതിനിടെയാണ് ഈ 8 വയസ്സുകാരനായിട്ടുള്ള PK അമാൻ മരണപ്പെടുന്നത്. കുട്ടി ഈ അഴീക്കോട് പുന്നക്കപ്പാറ സ്വദേശിയാണ്. അതായത് ഇന്നലെ രാവിലെ 11:30 കൂടിയാണ് ഇത്തരം ഒരു അപകടം നടക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ UDF സർക്കാരിന്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. ഇത്തരം ഒരു ആഘോഷം അഴീക്കോട് ഈ കോൺഗ്രസ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ മധുരപലഹാരങ്ങൾ ഉൾപ്പെടെയും അതുപോലെ തന്നെ ഈ വെടിമരുന്നും അതായത് പടക്കം പൊട്ടിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളും നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ ആഘോഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടികൾക്ക് ഇത്തരം ഒരു അപകടം സംഭവിക്കുന്നത്. അതായത് ഇതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി പൊട്ടാത്ത ഈ പടക്കത്തിന്റെ മരുന്നുകൾ ശേഖരിച്ച് വ്യത്യസ്തമായ രീതിയിൽ പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ കുട്ടികൾക്ക് ഇന്നലെ അപകടം സംഭവിക്കുന്നത്. അതായത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ കാണുന്നത് പോലെയുള്ള ഈ വ്യത്യസ്തമായ രീതിയിലുള്ള പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ അവിടുത്തെ ദൃക്സാക്ഷികളും അതുപോലെ തന്നെ പോലീസും പറയുന്നത്. ഈ ആഘോഷവേളകളിലൊക്കെ ഉപയോഗിക്കുന്ന കുഴൽ രൂപത്തിലുള്ള ഈ പാർട്ടി പോപ്പറിൽ ഈ കരിമരുന്ന് നിറയ്ക്കുകയും അതിനുശേഷം ഈ അത് നമ്മൾ കല്ലിന്റെ ഇടയിൽ കൊണ്ടുവച്ച് തീ കൊടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ കുട്ടികൾക്ക് അപകടം സംഭവിച്ചതെന്നാണ് ആ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു തവണ ഈ മരുന്നിന് തീ കൊടുക്കുന്നു, അത് പൊട്ടാതിരിക്കുകയും പിന്നീട് കുട്ടികൾ കൂട്ടത്തോടെ അതിന് ചുറ്റും ഇരുന്നു കൊണ്ട് അത് വളരെ അശ്രദ്ധമായി പൊട്ടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൃശ്യത്തിൽ തന്നെ വ്യക്തമാകുന്നത്. അങ്ങനെയാണ് ഈ കുട്ടിക്ക് ഈ ദാരുണമായി മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം ടോം, അതായത് ഇത്തരം കരിമരുന്ന് അതായത് വെടിമരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അശ്രദ്ധക്കുറവാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ മരിച്ച കുട്ടിക്ക് 8 വയസ്സാണ്. ഇതിന്റെ കൂടെയുള്ള കുട്ടികളാകട്ടെ ഈ സഹോദരൻ ഉൾപ്പെടെ 12 വയസ്സ് ഉള്ള 4-5 പേരാണ് ഈ ദൃശ്യത്തിൽ നമ്മൾക്ക് വ്യക്തമാകുന്നത്. ഈ കുട്ടികൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് എവിടെ നിന്ന് കുട്ടികൾക്ക് മരുന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഇന്നലെ ആഘോഷത്തിന്റെ ഭാഗമായി പൊട്ടാത്ത ഈ പടക്കങ്ങൾ ഈ പൊട്ടിച്ച ആളുകൾ അത് ഉപേക്ഷിച്ചു പോവുകയാണ്. എന്നാൽ അത് പിന്നീട് എന്ത് സംഭവിക്കുന്നു? അതായത് കുട്ടികൾ ഇത് കാണുകയും പൊട്ടാത്തത് ശേഖരിക്കുകയും പിന്നീട് അതിലൊരു പരീക്ഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു മരണം സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ ഒരു അശ്രദ്ധക്കുറവ്, അതായത് മുതിർന്നവരുടെ അശ്രദ്ധക്കുറവിലുണ്ടായ ഒരു അപകട മരണമായി നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം എന്നുള്ളതാണ്. അതായത് ഈ പടക്കങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു, പൊട്ടാത്ത പടക്കങ്ങൾ കുട്ടികൾ ശേഖരിക്കുന്നു, കുട്ടികൾ അത് കാണുകയും അതിൽ നിന്ന് മരുന്നുകൾ ശേഖരിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുകയും അതിൽ നിന്നും വളരെ അപകടമായ രീതിയിലേക്ക് പിന്നെ അത് മാറുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഇന്നലത്തെ ഈ സംഭവത്തിൽ തന്നെ നമുക്കിത് വ്യക്തമാകുന്നത്. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ അഴീക്കോട്. തീർച്ചയായും സുമേഷ്, നമുക്കറിയാം ഇപ്പം പലപ്പോഴും പല ആഘോഷങ്ങളും ഇതുപോലുള്ള ദുരന്തങ്ങളിൽ കലാശിക്കുന്നുണ്ട്. കുട്ടികൾ അശ്രദ്ധമായി പടക്കം കൈകാര്യം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഈ വിഷുവിനും അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഈ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെയൊക്കെ ഒരു
ശ്രദ്ധക്കുറവും ഇതുപോലുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നില്ലേ? തീർച്ചയായും ടോം, അത് തന്നെയാണ്. അതായത് നമ്മൾ മുതിർന്നവർ അത് കൈകാര്യം ചെയ്യുന്നത് പോലെ കുട്ടികളും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കത് രണ്ട് രീതിയിൽ നമുക്കതിനെ വിലയിരുത്താം. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ കുട്ടികൾ അത് നിരീക്ഷിക്കുകയും, നമ്മൾ പൊട്ടിക്കുന്ന രീതികൾ കുട്ടികൾ നിരീക്ഷിക്കുകയും, നമ്മൾ കൈ കൊടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുമ്പോൾ ആ കുട്ടികൾ അത് കാണുകയും അത് പരീക്ഷണമായി കുട്ടികൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്കൊന്ന് അതിനെ വിലയിരുത്താം. രണ്ടാമത്തത്, ഈ പൊട്ടാത്ത വസ്തുക്കൾ കുട്ടികൾ ശേഖരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളത് ഉപേക്ഷിക്കുകയും നമ്മൾ മുതിർന്നവർ ആ പൊട്ടാത്ത അല്ലെങ്കിൽ അതായത് നമുക്കിത് കത്താത്ത വെടിമരുന്നുകൾ നമ്മൾ ഉപേക്ഷിച്ചു പോവുകയും കുട്ടികളത് കണ്ടെത്തി പിന്നീട് ഇത്തരം രീതികളിൽ ഉപയോഗപ്പെടുത്തി നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ പരീക്ഷിക്കുന്നു, അത് കാണുന്നു. നമുക്കറിയാം കുട്ടികൾ മൊബൈൽ അഡിക്റ്റ് ആവുന്നു. അപ്പൊ കുട്ടികൾ അത് ഇത്തരം കാര്യങ്ങൾ ഏതൊക്കെ രീതികൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് കുട്ടികൾ വളരെ ഗവേഷണത്തിൽ കണ്ടെത്തുകയാണ്. അങ്ങനെയാണ് ഈ കുട്ടികൾ നമുക്കറിയാം മുതിർന്നവർക്ക് പോലും നമുക്ക് അത് സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ 8, 12, 10 വയസ്സുള്ള കുട്ടികൾ ഒരു പരീക്ഷണമായി ഇത് ഉപയോഗിക്കുന്നുള്ളതാണ്. അതാണ് നമ്മൾ പോപ്പ്, നമ്മൾ ആഘോഷവേഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പോപ്പ് പോലത്തെ വസ്തുക്കളിൽ ഈ കരിമരുന്ന് നിറച്ച് അത് പരീക്ഷണം നടത്തുകയാണ് കുട്ടികൾ. നമ്മൾക്കത് മുതിർന്ന ആളുകൾക്ക് പോലും സാധ്യമല്ലാതെ നമ്മൾ അതൊരു പരീക്ഷിക്കാത്ത രീതിയിൽ കുട്ടികൾ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ടെത്തുകയാണ്. എന്നാൽ ഇന്നലെ അത് പരാജയപ്പെടുന്നു കുട്ടികൾ. അതായത് എവിടുന്ന് കുട്ടികൾ കിട്ടുന്ന ഒരു അറിവ്, സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ കിട്ടുന്ന ഒരു അറിവ് കുട്ടികൾ ഈ കരിമരുന്ന് പ്രയോഗത്തിൽ ഇതിലൂടെ കുട്ടികൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് ഇതിൽ വളരെ നമുക്ക് ഇതിനോട് പറയാൻ സാധിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. കണ്ണൂരിൽ നിന്നും സുമേഷ് മോറാടിയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ അഴീക്കൂറാണ് പടക്കം പൊട്ടി വിദ്യാർത്ഥി മരിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതുപോലെ ഈ കുട്ടികൾക്കാണെങ്കിലും പടക്കം കൊടുക്കുമ്പോൾ രക്ഷിതാക്കളുടെ, മുതിർന്നവരുടെ ഒരു ശ്രദ്ധ വേണം. അതുപോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കുഞ്ഞുങ്ങളാണെങ്കിലും ഇതുപോലുള്ള പടക്കവും മറ്റ് ഇതുപോലുള്ള വസ്തുക്കളുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് അവരെ ഉപദേശിക്കാൻ രക്ഷിതാക്കൾ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.